അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടാവും ഏന്തിച്ചിട്ട് നടന്നു പോകുന്നു. എന്തിനാണെന്നറിയോ? ബെഞ്ചോ ഡെസ്കോ കാലുമ്മൽ വീണിട്ട് നഖം പറഞ്ഞു പോകും. ഇത് കാർത്ത നഖത്തുമ്പോൾ തന്നെ പോവും. എന്തിനാ ഈ ഡെസ്ക് കാലിന് പോകുന്നത്? എന്തോ തെറ്റ് ചെയ്തിട്ടാ? അല്ല, മിക്ക ബെഞ്ചിനും ഡെസ്കിനും 3 കാലേ ഉണ്ടാവും. മുക്കാലാ നിപ്പ ഇതിനെപ്പറ്റി പാട്ട് വന്ന്. അല്ലെങ്കിൽ നിലത്ത് കൊണ്ട് കുയ്യായിരിക്കും. ഒരു കാല് കുയ്യിൽ വീണ അപ്പാട് മറിഞ്ഞ് നഖത്തുമ്മൽ പോവും. അപ്പം നഖം ഉണ്ടാവും, അങ്ങനെ ഭയ വളർന്നിട്ട് നിൽക്കും. അപ്പം കരഞ്ഞുകൊണ്ട് ഭാഷ എടുത്ത് പോയാൽ മാഷ് നോക്കിയിട്ട് പിടിച്ചിട്ട് ഒരൊറ്റ പറിക്കലുണ്ട്. നഖം പറിച്ചങ്ങ് ചാടിയിട്ട് ഉടൻ തന്നെ മാഷ് അന്നത്തെ ഹെൽത്ത് സെൻ്റർ എഴുതുകയെന്നറിയോ? അപ്പാട് മാഷ് ഹെൽത്ത് സെൻ്റർ കയറൂ. ഏതാണെന്നറിയോ? ഉയരം കുറഞ്ഞ തെങ്ങിൻ്റെ മട്ടലിൻ്റെ പുറത്തുണ്ടാവും ഒരു വെളുത്ത പൊടി. അത് ചുരണ്ടി എടുത്തിട്ട് ഈമേൽ വെച്ച് ലേശം ഉപ്പ് തുണിയും ചുറ്റി ഉപ്പുവെള്ളം ഒഴിച്ചിട്ട് ഓച്ചലെടുത്തിട്ട് നിർത്തിയിട്ടുണ്ടാവില്ല, ഏന്തിച്ച് നടന്നു പോകും. അന്നത്തെ പോലത്തെ ഡെസ്കും ബെഞ്ചും തറയും നേടിയെങ്കിൽ സ്കൂളുണ്ടാ. എത്ര നല്ല ഡെസ്കാ, എത്ര നല്ല ബെഞ്ചാ, എത്ര നല്ല ടൈൽസ് ഒട്ടിച്ച തറയാണ് നോക്കൂ. പാഠപുസ്തകം അന്ന് ജയിച്ചോ തോറ്റോ എന്ന് അറിഞ്ഞതിൻ്റെ പിറ്റേന്ന് രാവിലെ വീട്ടിൻ്റെ മുമ്പിലുണ്ടാവും കുറച്ച് കുട്ടികൾ. എന്തിനാണെന്നറിയാം? പഴയ പാഠപുസ്തകം തരുവാ പകുതി പൈസക്ക്. നേതം കുട്ടി പോയി നിൽക്കുക പകുതി പൈസക്ക്, അഥവാ കൊടുക്കുന്നുണ്ട് പൈസ വാങ്ങുക. എത്ര നല്ല പാഠപുസ്തക! ആ പാഠപുസ്തകത്തിൽ നോട്ട് ബുക്കിൽ എഴുതാനുള്ള പെന്ന്, ഒരു കൊല്ലം ഒരു പെന്ന് ഒരു പെൻസിലുമായി തന്നാൽ 1 കൊല്ലം എത്തിച്ചില്ലേ അടി കിട്ടൂ. ഇന്ന് എത്ര പെന്നാ? അന്ന് വീട്ടിൽ പഠിക്കാൻ കരണ്ടുണ്ടാ? വീട്ടിൽ പഠിക്കാൻ കരണ്ടില്ലല്ലോ. ചുമ്മണിക്കൂട് എന്ന് പറയുന്ന സാധനമുണ്ട് നമ്മുടെ നാട്ടിൽ. പീടിയെന്ന് വാങ്ങുന്ന വിളക്കല്ല അത്. മഷി അറിക്കേണ്ട മഷിക്കുപ്പി വാങ്ങിക്കൊണ്ടേക്കും. ബ്രില്ല് ക്യാമലിൻ്റെ മഷിക്കുപ്പി കാലിയായാൽ അതിൻ്റെ മൂടി കാണിയടിച്ച് ഓട്ടയാക്കിയിട്ട് അച്ഛൻ്റെ പഴയ കോട്ടം കൊണ്ട് ചീന്തി തിരിയാക്കി മണ്ണുണ്ട വിളക്ക്. ഇതും മുമ്പിൽ വെച്ച് പഠിക്കുമ്പോൾ ദേഷ്യവും വരും, സങ്കടവും വരും. ഈ വിളക്കിനൊരു തോന്നിയാസമുണ്ട്. ഇതും മുന്നിൽ വെച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏത് ഭാഗത്താണ് ഇരിക്കുന്ന ആ ഭാഗത്തേ പുക വരും. അപ്പുറത്തിരുന്നാൽ പുക അങ്ങോട്ട് വരും, ഇപ്പുറത്തിരുന്നാൽ പുക മൂക്കിലേക്കേ പുക വരും. എന്തെന്നാ ഈ വിളക്കിന് നമ്മളോട് ഇത്ര ദേഷ്യം? ഒന്നുമല്ല, ചലനമുള്ള വായുവിൽ മർദ്ദം കുറയുമ്പോൾ ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റടിക്കുന്നതുകൊണ്ടാണ് മൂക്കിലേക്കുള്ള പുക വരുന്നതെന്ന് പിന്നെയാണ് മനസ്സിലായത്. അന്ന് പൗഡർ, പുസ്തകത്തിൻ്റെ ഉള്ളിൽ പൗഡർ ഇട്ടിട്ട് സ്കൂളിൽ കൊണ്ടുപോകും അല്ലേ, ഇടക്കൊന്ന് ഒപ്പിക്കാൻ പൗഡർ ഇട്ടിട്ട് കൊണ്ടുപോകും. പിന്നെ ആകാശം കാണിക്കാണ്ട് വെക്കുന്നൊരു സാധനമുണ്ട്. പാഠപുസ്തകത്തിലന്ന് പീലി വെച്ചു പണ്ട്, പീലി പെറ്റ് കൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട്. ഉപ്പ് കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്ന്, ഓത്ത് പള്ളിയിലെന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയായി നീലമേഘം എന്ന പാട്ട്.